മെഡിക്കൽ സയൻസ് വളരെയധികം മുന്നോട്ട് പോയിട്ടും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഭീതിയും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്ന ഒന്നാണ് HIV. പലരും HIV-യും എയ്ഡ്സും ഒന്നാണെന്നാണ് കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. HIV ബാധിതർക്ക് തങ്ങളുടെ ജീവിതകാലം മുഴുവൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഗുളികകൾ കഴിക്കേണ്ടി വരുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ശാരീരികമായും മാനസികമായും ഈ പിൽ ഫാറ്റിക് അഥവാ ഗുളിക കഴിച്ചുണ്ടാകുന്ന മടുപ്പ് പലപ്പോഴും ചികിത്സ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകാറുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകാൻ പോകുന്ന ഒരു നിർണായക കണ്ടെത്തലിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. HIV-യും എയ്ഡ്സും ഒന്നല്ല. HIV എന്നത് ശരീരത്തിൽ പ്രവേശിക്കുന്ന വൈറസ് മാത്രമാണ്. HIV ബാധിച്ച ഒരാൾ വർഷങ്ങളോളം യാതൊരു രോഗലക്ഷണവുമില്ലാതെ ആരോഗ്യവാനായി ഇരുന്നേക്കാം. എയ്ഡ്സ് ബാധിതനാകാൻ 8 മുതൽ 15 വർഷം വരെ സമയമെടുത്തേക്കും. HIV ബാധയുടെ ഏറ്റവും അവസാനത്തെയും ഗുരുതരവുമായ ഘട്ടമാണിത്. വൈറസ് ബാധ കാരണം പ്രതിരോധശേഷി പൂർണ്ണമായും തകരുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. HIV ബാധിതനായ ഒരാൾ കൃത്യമായി മരുന്ന് കഴിച്ചാൽ ഒരിക്കലും എയ്ഡ്സ് ഘട്ടത്തിലേക്ക് എത്തില്ല. എന്നാൽ ഈ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകാൻ പോകുന്ന ഒരു നിർണായക കണ്ടെത്തലിന്റെ വാർത്തയാണ് ഇപ്പോൾ മെഡിക്കൽ ലോകത്തു നിന്ന് പുറത്തു വരുന്നത്. വർഷത്തിൽ വളരെ കുറച്ച് തവണ മാത്രം എടുക്കാവുന്ന ഒരു പുതിയ HIV പ്രതിരോധ മരുന്നിന്റെ മനുഷ്യരിലെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. HIV പ്രതിരോധ രംഗത്തെ പ്രമുഖ കമ്പനിയായ VIIV ഹെൽത്ത് കെയർ ആണ് VH499 എന്നറിയപ്പെടുന്ന ഈ മരുന്ന് വികസിപ്പിച്ചെടുക്കുന്നത്. ഇത് ക്യാപ്സിഡ് ഇൻഹിബിറ്റർ എന്ന പുതിയ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മരുന്നാണ്. HIV വൈറസിന്റെ പുറംതോടിനെയാണ് ക്യാപ്സിഡ് എന്ന് വിളിക്കുന്നത്. ഈ പ്രോട്ടീൻ ഇല്ലെങ്കിൽ വൈറസിന് ശരീരത്തിൽ വളരാനോ മറ്റുള്ളവരിലേക്ക് പകരാനോ കഴിയില്ല. VH499 വൈറസിന്റെ ഈ പുറംതോടിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. വൈറസ് ശരീരത്തിലെ കോശങ്ങളിലേക്ക് തുറക്കുന്നതും ജനിതക ഘടന ഇരട്ടിപ്പിക്കുന്നതും പുതിയ വൈറസുകളായി രൂപപ്പെട്ട് പുറത്തു പോകുന്നതുമായ വിവിധ ഘട്ടങ്ങളെയും ഈ മരുന്ന് ഒരേ സമയം തടയുന്നു. അടുത്തിടെ ക്ലിനിക്കൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന പ്രമുഖ ജേണലിൽ പ്രസിദ്ധീകരിച്ച സിനമൺ എന്ന ഫേസ് 2A ക്ലിനിക്കൽ ട്രയൽ ഫലങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അർജന്റീന, ഫ്രാൻസ്, ജർമ്മനി, മെക്സിക്കോ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ HIV ബാധിതരായ 23 മുതിർന്ന വ്യക്തികളിലായിരുന്നു ഈ പരീക്ഷണം. 10 ദിവസത്തെ പരീക്ഷണ കാലയളവിൽ 25 മില്ലിഗ്രാം മുതൽ 250 മില്ലിഗ്രാം വരെയുള്ള ഡോസുകൾ രോഗികൾക്ക് നൽകി. ഉയർന്ന 250 മില്ലിഗ്രാം ഡോസ് ലഭിച്ചവരിൽ ശരീരത്തിലെ വൈറസിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി. മരുന്നിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മ്യൂട്ടേഷനുകൾ 95% രോഗികളിലും ഉണ്ടായില്ല എന്നത് ഇതിന്റെ വലിയൊരു വിജയമായി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പരീക്ഷണത്തിൽ പങ്കെടുത്തവർക്ക് കടുത്ത പാർശ്വഫലങ്ങളോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തലവേദന പോലുള്ള നേരിയ അസ്വസ്ഥതകൾ മാത്രമാണ് ചിലരിൽ കണ്ടത്. നിലവിൽ HIV ബാധിതർ ദിവസേന ആന്റി റിട്രോവൈറൽ തെറാപ്പി ഗുളികകൾ കഴിക്കേണ്ടതുണ്ട്. എന്നാൽ VH499 ഭാവിയിൽ വർഷത്തിൽ 2 തവണ മാത്രം എടുക്കാവുന്ന ഇഞ്ചക്ഷൻ രൂപത്തിലേക്ക് വികസിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം കോടിക്കണക്കിന് ആളുകൾ നിലവിൽ HIV ബാധിതരായി ജീവിക്കുന്നുണ്ട്. രോഗത്തെക്കുറിച്ചുള്ള സാമൂഹികമായ വിവേചനം, ദിവസേന മരുന്ന് കഴിക്കുന്നതിലെ അലംഭാവം എന്നിവ പലപ്പോഴും ചികിത്സയെ ബാധിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലാണ് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പുതിയ മരുന്നുകൾ പ്രസക്തമാകുന്നത്. VH499 ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിൽ മാത്രമാണുള്ളത്. ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല.